നമ്മൾ ആർക്കു വേണ്ടിയാണോ സാക്രിഫൈസ് ചെയ്യുന്നത് അവർ വളർന്നുകൊണ്ടേയിരിക്കും. കുറേ വർഷം കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കും, നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. മടുക്കും വരെ മനോഹരമാണ് എല്ലാം. പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ അവരെപ്പോലെ ആകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇതിന് രണ്ടും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് പിന്മാറുന്നത്. നമ്മളെ വേണ്ടാത്തവർ സന്തോഷത്തോടെ നടക്കുമ്പോൾ കൈവിട്ടുപോയതിനെക്കുറിച്ച് നമ്മൾ എന്തിന് സങ്കടപ്പെട്ടിരിക്കണം? ചിലതൊക്കെ പഠിക്കാൻ വേണ്ടി ദൈവം തരുന്ന പരീക്ഷണമാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ജീവിക്കുക. നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടിയല്ല, നമ്മളെ ആവശ്യമുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ജീവിക്കുക. ആകസ്മികമായി നിങ്ങൾ ആരെയും കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം, പക്ഷെ ശ്രമിക്കാൻ നമ്മൾ പരാജയപ്പെടരുത്. ചോദിച്ചു വാങ്ങിയതാണെങ്കിലും പ്രതീക്ഷിക്കാതെ ലഭിച്ചതാണെങ്കിലും ജീവിതത്തിൽ സ്നേഹം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് കൈവിട്ട് കളയാതെ കാത്തു സൂക്ഷിക്കുക. കാരണം 1000 സൗന്ദര്യമുള്ള മുഖത്തേക്കാളും എത്രയോ നല്ലതാണ് സ്നേഹമുള്ള ഒരു മനസ്സ്.